ഇങ്ങോട്ട് കയറി വന്ന കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ എനിക്ക് ഒരു ഭാഗം അവരെ കുറിച്ച് പറയണം. ഈ സിനിമയുടെ മാർക്കറ്റിംഗ് നമുക്ക് തുടങ്ങാൻ സാധിച്ച ദിവസം മുതൽ എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ സാധിച്ചതിന്റെ പിന്നിലെ പ്രയത്നത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്ന് കൃഷ്ണമൂർത്തി, ഗണേഷ്, ഓഫ് കോഴ്സ് എന്റെ നിർമ്മാതാക്കൾ. രണ്ടുപേരും എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന് ആശിഷ് ആന്റണി, അനീഷ് ആന്റണി. ഒന്ന് എണീറ്റ് വെക്കും. ആന്റണി പെരുമാറിന്റെ മക്കളാണ്. അച്ഛന്റെ എല്ലാ ഗുണങ്ങളുമുള്ള, അച്ഛന്റെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രണ്ടുപേരാണ്. ഇവരാണ് ഉറങ്ങിയിട്ടില്ലെന്നൊന്ന് കുറച്ച് ദിവസമായിട്ട് കേട്ടോ. ഞാനും ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. രാത്രി 2 മണി 3 മണിക്കൊക്കെ ഞാനിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. താങ്ക് യു ഫോർ ഓൾ ദ സപ്പോർട്ട്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതെനിക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ സജീവ്, ഭയങ്കര ഫാൻസ് ആയിരിക്കുമല്ലോ മോഹൻലാൽ ഫാൻസിനിടയിൽ. സജീവ് ഉണ്ട്, ഉറങ്ങിയിട്ടില്ല സജീവൊക്കെ. വിപിൻ ഇവിടെ, വിപിൻ എന്റെ ടീം പ്രൊഫാക്റ്റീവ് ഹെഡ് ചെയ്യുന്ന ആളാണ്. ഇവരാരും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല. സിനിമ ഇൻഫാക്ട് ഒരു വലിയ സിനിമയ്ക്ക് പലപ്പോഴും സംഭവിക്കുന്ന ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് അവസാന നിമിഷവും ജോലി തീരാതിരിക്കുക എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ മാർച്ച് 3 സിനിമ സെൻസർ ചെയ്ത് കഴിഞ്ഞു. അപ്പോഴേക്കും എന്റെ സിനിമയുടെ എല്ലാ വർക്ക്സും ഏറെക്കുറെ തീർന്നു. പിന്നെ ഒരു ഫൈനൽ മിക്സ് ഒന്ന് ചെക്ക് ചെയ്യുക എന്നൊക്കെ അത്തരം ഒരു പേരിന് ചെയ്യേണ്ട ജോലികളെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നത് ഇതിന്റെ മാർക്കറ്റിംഗ് ആണ്. അത് പിന്നെ തുടങ്ങി കഴിഞ്ഞൊരു ഒരാഴ്ചയായിട്ട് ലാലേട്ടനും ഞാൻ ഇന്ന് രാവിലെ തമാശയ്ക്ക് പറയായിരുന്നു, ഡെയിലി രാവിലെ എണീക്കുമ്പോൾ ഇതിപ്പോ ഏത് സിറ്റിയാണ്, ഏത് ഹോട്ടലാണെന്ന് മനസ്സിലാകാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ അതിന് കൂടെ നിന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇല്ല, അങ്ങനെയൊന്നുമില്ല ആക്ച്വലി. അത് ലാലേട്ടൻ കുറച്ച് കഴിഞ്ഞ ഒരാഴ്ച ഇച്ചിരി ഫോമിലാണ്. അതുകൊണ്ടാണ് അല്ല, നമ്മൾ ആക്ച്വലി ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ എടുത്തു കഴിഞ്ഞ് ഞങ്ങളെല്ലാം എന്റെ മനസ്സിലൊരു പെർഫെക്റ്റ് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്ലാൻ ഞങ്ങൾക്ക് കൃത്യം ഒരു ഡേറ്റിന് എന്ത് സംഭവിക്കണം. ഇപ്പൊ ഞങ്ങളുടെ ഒരു ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ ഒക്കെ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 26 ക്യാരക്ടർ ഇൻട്രോ ക്യാമ്പയിൻ കഴിഞ്ഞത്. അപ്പൊ അന്ന് ഫെബ്രുവരി 26 കഴിഞ്ഞാൽ 27 എന്ത് സംഭവിക്കണം, 28 എന്ത് റിലീസ് ചെയ്യുന്നു, അങ്ങനെ കൃത്യം ഒരു പ്ലാൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ പ്ലാനിന് വേണ്ട എല്ലാ ക്രിയേറ്റീവ്സും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി ഞാൻ അങ്ങനെ സിനിമയെ സമീപിക്കുന്ന, അങ്ങനെ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പല കാര്യങ്ങൾ കൊണ്ടും ചെയ്യാൻ കഴിയാതെ വന്ന് പിന്നീട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ കഴിയും. പക്ഷെ അപ്പോഴും ഭയങ്കരമായ സന്തോഷത്തിലായിരുന്നു ഞങ്ങൾ ആസ് എ ടീം. കാരണം ഒരു ക്രൈസിസ് വളരെ പെട്ടെന്ന് അതിജീവിച്ച് നമ്മൾ സ്വപ്നം കണ്ട പോലെ ഒരു റിലീസ് ഈ സിനിമയ്ക്ക് കൊടുക്കാൻ സാധിക്കും. താങ്ക്സ് ടു ആന്റണി പെരുമ്പാവൂർ, താങ്ക്സ് ടു ഗോകുലം ഗോപാലൻ, താങ്ക്സ് ടു ഓൾ അവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. ആ ഹാപ്പിനെസ് ആയിരിക്കും നിങ്ങൾ ഈ പ്രൊമോഷൻസിലൊക്കെ കണ്ടത്. അല്ലാതെ പ്രൊമോഷന് പോയിരിക്കുമ്പോൾ ഏത് ഇന്റർവ്യൂവിന് ഏത് കോമഡി പറയണം എന്ന് പ്ലാൻ ചെയ്തിട്ടല്ല നമ്മൾ പോയത്. അത് പിന്നെ നമ്മളതിനെ എൻജോയ് ചെയ്ത് വി ജസ്റ്റ് ഹാഡ് ഫൺ. പക്ഷെ ഈ പറയുന്ന പോലെ ഞങ്ങൾ പോയ എല്ലാ സംസ്ഥാനങ്ങളിലും അവിടുത്തെ മീഡിയ അല്ലെങ്കിൽ അവിടുത്തെ മീഡിയ പേഴ്സണൽ വലിയ ആവേശത്തോടെ, വലിയ ഹാപ്പിനെസ്സോടു കൂടി, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ സിനിമയുടെ ടീമിനെ സ്വീകരിച്ചത്. അപ്പൊ മേ ബി നമ്മളൊക്കെ വിചാരിച്ചതിനപ്പുറം ഒരുപക്ഷെ ഇതിന്റെ 1ാം ഭാഗമായ ലൂസിഫറിന് റിലീസിന് ശേഷം ഈ കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നിരിക്കാം. ഐ ഡോണ്ട് നോ. നമ്മൾ ഏത് സംസ്ഥാനത്തിൽ പോയാലും ഈ സിനിമയുടെ സെക്കൻഡ് പാർട്ട്, ഇപ്പൊ ഞങ്ങൾ ഡൽഹിയിൽ പോയി, വി നെവർ എക്സ്പെക്ടഡ് അവിടുത്തെ മീഡിയ ലൂസിഫറിനെ കുറിച്ചൊക്കെ വളരെ ക്ലോസ്ലി അനലൈസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളത്. മേ ബി അതായിരിക്കാം കാരണം. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ഫോർ ഇറ്റ്. എപ്പോഴും ഐ ബി ഹംബിൾഡ് ബൈ ദ ലവ് ടുവേർഡ്സ് ദ ഫിലിം ദാറ്റ് ഐ മെയ്ഡ്. ഈ സിനിമയ്ക്ക് പിന്നിലെ എല്ലാ എമ്പുരാന്മാർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇവിടെ മുരളിയുടെ മറ്റൊരു പേര് ആരുടെയും മനസ്സിലായിരുന്നു, എമ്പുരാൻ മതി എന്നുള്ള തീരുമാനം? ഇല്ല, 1-2 പേരുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എമ്പുരാൻ എന്ന പേര് സെലക്ട് ചെയ്തത് മുരളി ഗോപിയാണ്. ഈ സിനിമയ്ക്ക് എമ്പുരാൻ എന്ന പേരിടുന്നത് ഞങ്ങൾ 1ാം ഭാഗത്തിലെ അവസാനത്തെ സോങ് എഴുതിക്കൊണ്ടിരിക്കുക. അത് എഴുതിയത് മുരളിയാണ്. ആ സോങ് എഴുതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇതാണ് അടുത്ത സിനിമയുടെ പേര് എന്ന് മനസ്സിൽ ഉദിച്ചത്. മുരളിയുടെ പേര്. ട്രെയിലർ കണ്ട സാഹചര്യത്തില് മലയാള പ്രേക്ഷകർക്ക് എല്ലാവർക്കും രോമാഞ്ചം അന്നു മുതൽ തുടങ്ങിയാണ്. പിന്നീട് ഓരോ ദിവസവും കഴിയാൻ തോറും എക്സൈറ്റ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതിങ്ങനെ പല സിറ്റികളിൽ ഇങ്ങനെ തരംഗം നമ്മളെക്കാട്ടിയും നെഞ്ചിലേറ്റുന്നത് ഒരു ഇന്ത്യൻ പ്രേക്ഷകരാണെന്ന് അറിഞ്ഞപ്പോൾ അത് ഭയങ്കര വലിയ സന്തോഷം. നമുക്കൊണ്ട് ഒരു KGF, നമുക്കൊണ്ട് ഒരു ബാഹുബലി എന്നൊരു ഫീലാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മളൊരു 7 വർഷം ബാക്കിലേക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ലൂസിഫർ ഈ മഞ്ജുജി നേരത്തെ പറഞ്ഞല്ലോ, ലൂസിഫർ അനൗൺസ് ചെയ്യുന്ന സാഹചര്യത്തില് പൃഥ്വിരാജ് ലാലേട്ടനെ വെച്ച് ഒരു സിനിമ ചെയ്യുന്നു എന്ന് ഒരു ന്യൂസ്.
അതൊക്കെ ലൂസിഫർ ഇറങ്ങി, അത് ബ്ലോക്ക് ബസ്റ്റർ ആകും, അറിയാം, പൃഥ്വിക്ക് പരിപാടി അറിയാം എന്നൊരു സാഹചര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പം ഇങ്ങനൊന്നും അല്ലല്ലോ അന്ന് ഞാൻ കേട്ടത്. അപ്പം അത് കഴിഞ്ഞ് ഓക്കെ, അത് കഴിഞ്ഞ് ഇത് ഫ്രാഞ്ചൈസി ആണ്. ഇപ്പൊ നേരത്തെ ലാലേട്ടൻ പറഞ്ഞ പോലെ ഇതൊക്കെ ഒരു ന്യൂകമർ ഡയറക്ടർ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു ന്യൂകമർ ഡയറക്ടർ ഇത്രയും 3 സിനിമകളുമായിട്ട് വലിയൊരു സ്വപ്നമായിട്ട് ഇറങ്ങിയത്, അത് മലയാളം എന്നൊരു ഇൻഡസ്ട്രിയിൽ നിന്ന്. ആ ന്യൂ കമർ ഡയറക്ടർ 100-ലധികം സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ് ഒരു സിനിമ. അല്ല, ഞാൻ സിനിമ സംവിധാനം ചെയ്യുന്ന കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ഒരു പബ്ലിക് സ്ഫിയറിലേക്ക് വന്ന സമയം മുതൽ, എനിക്കൊരു 18 വയസ്സുള്ളപ്പോഴാണല്ലോ ഞാൻ നടനാവുന്നത്. അന്ന് മുതൽ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നിങ്ങളൊക്കെ എന്ത് ധൈര്യത്തിലാണ് എന്നാണ് ചോദിച്ചോണ്ടിരുന്നത് ആക്ച്വലി. അപ്പൊ അതിങ്ങനെ ഒരു വഴി കൂടെ പോകുന്നു, അത്രേ ഉള്ളൂ. ഡ്രീമിലാണ് നിൽക്കുന്നത്. അപ്പം ഇതുവരെ എത്തിയിട്ടുള്ള ഈ സക്സസ് മന്ത്രം എന്തായിരിക്കും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെങ്കിൽ? ഇല്ല, അതിനൊരു മന്ത്രമൊന്നുമില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ലൈഫിൽ ഒരുപാട് വലിയ ആഗ്രഹങ്ങളുള്ള ആളാണ് ഞാൻ. ഭയങ്കര വലിയ സ്വപ്നങ്ങൾ കാണുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി ഞാൻ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് പറയുമ്പോഴും ഭാഗ്യം എന്നൊരു വലിയ ഘടകം അവിടെ ഉണ്ട്. അത് ഞാൻ ഒരിക്കലും നിഷേധിക്കില്ല. അങ്ങനെ ജോലി ചെയ്യാൻ ഒരു മനസ്സുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം എല്ലാവർക്കും ഈ ഒരു അവസരവും ഈ ഒരു അവസ്ഥയും ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ഞാൻ എന്റെ ഡ്രീംസിനെ പെർസ്യൂ ചെയ്യുമ്പോൾ ശ്രീ ആന്റണി പെരുമ്പാവൂരിനെ പോലെയും ശ്രീ മോഹൻലാലിനെ പോലെയും ഒക്കെ ഇത്രയും ക്ലൗട്ടും ഇൻഫ്ലുവൻസും ഉള്ള ആൾക്കാർ എന്റെ സ്വപ്നങ്ങളിൽ എന്നെ വിശ്വസിച്ചു എന്ന് പറയുന്നിടത്താണ് എന്റെ വിജയം സംഭവിക്കുന്നത്. ആ ഭാഗ്യം വലിയ സ്വപ്നങ്ങൾ കാണുന്ന എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കുന്നുള്ളൂ. അതാ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ഒരു ആന്റണി പെരുമ്പാവൂറും ഒരു മോഹൻലാലും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. കാരണം യു നീഡ് പീപ്പിൾ അറൌണ്ട് യു ടു ബിലീവ് ഇൻ യുവർ ഡ്രീംസ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഞാൻ എപ്പോഴും പറയാൻ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. എന്റെ വീട്ടില് ഭാര്യയും മോളും ഉണ്ട്. മറ്റാരേക്കാളും എന്റെ സ്വപ്നങ്ങളിലും എന്നിലും ബിലീവ് ചെയ്യുന്നത് എന്റെ വൈഫും എന്റെ മോളുമാണ്. എന്റെ അമ്മ എന്നെ വളർത്തിയത് ബിലീവ് ഇൻ യുവർ ഡ്രീംസ് എന്ന് പറഞ്ഞാണ്. എന്റെ അച്ഛൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് സ്വപ്നങ്ങൾക്ക് അതിരില്ല എന്നുള്ളതാണ്. അപ്പൊ അത് മേ ബി ഐ എം ബ്ലെസ്ഡ് വിത്ത് ഗ്രേറ്റ് ചൈൽഡ്ഹുഡ്. ഐ എം ബ്ലെസ്ഡ് വിത്ത് എ വെരി ഹാപ്പി ഹോം. എന്നെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും ഒരു അച്ഛന്റെ സ്വപ്നങ്ങളിൽ കൂടെ നിൽക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു മോളും ആ സ്വപ്നങ്ങളിൽ പങ്കുചേരണമെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളും കളീഗ്സും ഒക്കെ ഉള്ള ഒരു മഹാഭാഗ്യവാനാണ് ഞാൻ. ആ ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു സംശയം, അതായത് ഈ ലൂസിഫർ റിലീസായ സമയത്ത് അതേപോലെ തന്നെ ഹിറ്റായ വളരെ ഹിറ്റാണ് ആക്ച്വലി. പക്ഷേ ലൂസിഫറിലാണ് ഇത്രയുടെ ഹിറ്റ് ആവുന്നത്. പക്ഷെ പ്രത്യക്ഷമായിട്ട് അതിലൊന്നും പറയുന്നുമില്ല, പരോക്ഷമായിട്ട് പലതും കാണിക്കുന്നുണ്ട്. റോസ്റ്റൽ ഫാമിലിയും ഒപ്പം തന്നെ ആ നമ്പറും എല്ലാം. ഈ എംപുരാനിൽ അങ്ങനെ ഉണ്ടാവുമോ? പ്രത്യക്ഷമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഇലുമിനാറ്റി ആകും? നിങ്ങൾ ഇലുമിനാറ്റിക്കാരെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. രാജേട്ടാ, ആദ്യമായിട്ട് ഈ ഒരു മലയാള സിനിമ ഐമാക്സ് ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇത് നേരത്തെ പ്ലാനിലുണ്ടായിരുന്നോ? എന്തായിരുന്നു അതിനുള്ളത്? ആക്ച്വലി നല്ല ചോദ്യം, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഇല്ല, നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു. ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമോഫിക് ഫോർമാറ്റിലാണ്. അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐമാക്സ് മാസ്റ്ററിംഗ്. ഐമാക്സിലായിരുന്നുവെങ്കിൽ ഐ ഷുഡ് ഹാവ് ഷോട്ട് ഇറ്റ് ഐദർ വിത്ത് ഫുൾ ഫോം. ക്ലാസ് എടുക്കുന്നതായിട്ട് ഓക്കെ, നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും. പക്ഷേ ഐദർ ഷോട്ട് വിത്ത് ഫുൾ ഫോർമാറ്റ് ലെൻസസ് അല്ലെങ്കിൽ ഇപ്പൊ അലക്സയുടെ 65 എന്ന് പറയുന്ന ഒരു പുതിയ ഐമാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിംഗ് മെക്കാനിസം ഉണ്ട്. അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത്, ഞാൻ അനമോഫിക്സിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി 26-നാണ് ടീസർ റിലീസായത്. ജനുവരി 27-നോ മറ്റോ US ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അദ്ദേഹമാണ്, അതെ, താങ്ക്സ് ടു, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അതിനൊരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്രിസ്റ്റഫർ ടിൽമൻ, ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് we just saw your film's footage and we truly believe that this needs to be showcased on IMAX across the world എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസിന്റെ താല്പര്യപ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐമാക്സിലേക്ക് മാസ്റ്റർ ചെയ്ത് ഐമാക്സിൽ കാണിക്കുന്നത്. ഹാവിംഗ് സെഡ് ദാറ്റ്, ഞാൻ ഐമാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു. ദ വിഷ്വൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ്. അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ. Is it optimized for IMAX screens and IMAX projection? I should be honest, അല്ല. ഇനിയിപ്പോ ക്രിസ്തുവായിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം. ഇവിടെയാണ് ചോദ്യം. ഇപ്പൊ ഇന്ത്യയിലൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ലാസ്റ്റാണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനിൽ
ഓരോ ഇന്റർവ്യൂവിലും ലാലേട്ടന്റെ ചിരിയും കളിയും തമാശകളും കണ്ടു. ഒത്തിരി ടെൻഷൻ അടിച്ച് ഇവിടെ ആന്റണി പെരുമ്പാവൂർ എന്നൊരു പ്രൊഡ്യൂസർ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു. എപ്പോഴും നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ടിരുന്ന എന്തായിരുന്നു? അത്ര എൻജോയ് ചെയ്ത ഏറ്റവും നല്ല ഇന്റർവ്യൂ ഏതായിരുന്നു ലാലേട്ടൻ ഫീൽ? ഞാൻ ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നത് തെറ്റാണോ? ഏറ്റവും നല്ലതായിരുന്നു, ഏറ്റവും നല്ലതായിരുന്നു. അല്ല, അങ്ങനല്ല. നമുക്ക് ഇപ്പൊ ഈ അതിനൊരു മലയാളത്തിൽ ഏറ്റവും ജനിത്ത ഓഫ് എവരി സോറോ ഇസ് ഹാപ്പിനെസ് എന്ന് പറയും. എല്ലാ സങ്കടത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ്. അപ്പോൾ അതായത് നമ്മളും കൂടെ ഓൾറെഡി ആന്റണി ടൈമിങ്ങിലൂടെ ഒരുപാട് സങ്കടങ്ങളിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്നതിന് ഒരാൾ സന്തോഷത്തിലിരിക്കാന്ന് വിചാരിച്ചു. അല്ലല്ലോ, അങ്ങനല്ല. നമ്മളെ ഒരു ചോദ്യങ്ങൾ എങ്ങനെയായിരുന്നു, അതില് ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു. പിന്നെ നമുക്കൊരു 10-12 ഇന്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു ഡിസോറിയന്റഡ് ആവും. നമ്മൾ എന്താ പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ചില തമാശകൾ പറഞ്ഞു വന്നേ ഉള്ളൂ. കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ലായിരുന്നു സിനിമയെ സംബന്ധിച്ച്. ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല. ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായി. എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ, ക്ലൈമറ്റ്, അതിൻ്റെ ലോജിസ്റ്റിക്സ്, യാത്രകൾ, അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷെ അതെല്ലാം പൃഥ്വിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്താ പറയണ്ടത്, ഒരു ഞങ്ങളുടെ യൂണിറ്റ് 300, 400, 500 പേരൊക്കെയുള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു. അവരെ ലഡാക്കിലേക്ക് കൊണ്ടുപോവുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ പെട്ടെന്ന് പറയേണ്ട കാര്യമില്ല. നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം. മൈലെണ്ണം ലാലേട്ടാ അല്ല ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നന്ദിയാണ് സത്യം പറഞ്ഞ. എന്താണ്? അതായത് ലാലേട്ടനെ എപ്പോ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആദ്യമായിട്ടാണ് ലാലേട്ടനോട് ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞതാണ്. ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ്. ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന്, മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന്, അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാഞ്ചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ലാലേട്ടാ പറയാൻ. ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞുകൊണ്ടല്ലേ എൻ്റെ ഭർത്താവിന് നിന്ന് തുടങ്ങിയത്. നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ്. കാര്യം നിങ്ങൾ തന്നെയാണ്, ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ 47 വർഷമായിട്ട് നിർത്തിയിരിക്കുന്നത്. വളരെയധികം നന്ദി. എനിക്ക് രാജുവേട്ടനോട് ചോദിക്കാണ്. രാജുവേട്ടാ, എമ്പുരാൻ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല. ചെറിയ സിനിമയാണെന്നാണ് ഇപ്പൊ കൂടി പറഞ്ഞത്. എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികള് ഓരോരുത്തരും അവരുടെ കുടുംബത്തില് ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത്. അപ്പോ ഈ ഹൈപ്പ് റിയലാണ്. കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ് മീറ്റിൽ പറയുന്നത് കേട്ടു, അവരുടെ കടങ്ങളടക്കം ഈ സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന്. അപ്പൊ ചോദ്യം ഇതാണ്, പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഡയറക്ടർക്ക് ഈ ഹൈപ്പ് നോക്കി കാണുമ്പോ ഹാപ്പിയാണോ അതോ പേടിയുണ്ടോ? എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്നും അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട്. ഞാനൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെ കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എൻ്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. ഇന്നിപ്പോ ഈ പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി, ഇത് ചിലപ്പോൾ ഫീസിബിൾ ആവും കേട്ടോ, കാരണം റിലീസിന് മുമ്പ് തന്നെ ഇപ്പൊ ഇതൊരു ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ഇത് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോ ഒരു സംസാരം തുടങ്ങി. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന 80 കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്കൊരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു. ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസിബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നത്. അന്ന് ശ്രീ ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല. അന്ന് എന്നോട് അല്ല ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കതിനൊരു ഉത്തരമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം, ഇതൊരു വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത്
എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്റ്റീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ. അത് വിശ്വസിച്ചതിന്, അന്ന് എന്നോടൊപ്പം നിന്നതിന്, മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമ്പാവൂരിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല, ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ്. കാരണം അവരൊന്നും അങ്ങനെ എൻ്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ? ഇത്ര വലിയൊരു ഇത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, ഇതൊരു മേ ബി ഒരു ലെസൺ ആണ്, മേ ബി ഇതിലൊരു പാഠമുണ്ട്. സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച്, ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുൾ ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലിബറുള്ള ഫിൽം മേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക്. റിലീസിന് ശേഷം ഞാൻ പറയാം, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്ട് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ OTT സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നരേഷൻ ചോദിച്ചു, അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ഈ സൂം കോളിൽ ഒരു നരേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി. ഞാൻ ആ സീൻ നറേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇത് എങ്ങനെ ഷൂട്ട്, എങ്ങനെയാണ് ഇത് പുൾ ഓഫ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞാൽ അത് എന്റെ മനസ്സിലൊരു ഒരു മെത്തേഡ് ഉണ്ട്, അത് എടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്നോട് പറഞ്ഞു. അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ആർ ലിസണിങ്, ഞാൻ ആ സീൻ ഷൂട്ട് ചെയ്ത് കേട്ടോ. അതാണ് ഒരു സ്വപ്നത്തിൽ ബിലീവ് ചെയ്യുന്നതും ബിലീവ് ചെയ്യാതിരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. ഇതെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് ഒരിക്കൽ പോലും ഒരു സീനിൽ പോലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടില്ല. ആന്റണി ചേട്ടാ, ആന്റണി ചേട്ടാ, We'll be moving to last 3 questions. ഒരു 3 questions കൂടെ നമുക്ക് എടുക്കാം. ആന്റണി ചേട്ടാ, ഇപ്പോ ഇന്നത്തെ കാലത്ത് മാർക്കറ്റിംഗ് എന്നുള്ളൊരു പേര് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട്. കാരണം ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആന്റണി ചേട്ടനായിരുന്നു. ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എമ്പുരാൻ സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തില് ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത്? ആ തോട്ട് എവിടെ നിന്നാണ് വന്നത്? അല്ല, നമ്മള് സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകള് പ്രേക്ഷകരായിട്ടിരുന്ന് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടമല്ലല്ലോ, 25-26 വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമ നിർമ്മിക്കുന്നത്. അപ്പോൾ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു. പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അന്ന് മുതലുള്ള ആ ഒരു സക്സസിൽ നിന്ന് നമ്മൾ വളർന്ന് നമ്മൾ ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം, ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ്. ലാൽ സാറ് പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്ന ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിന് സാധിച്ചു. അപ്പൊ അതൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല, ഒരു സ്വപ്നം. ഞാൻ കണ്ട സ്വപ്നത്തിന്റെ കൂടെ എനിക്ക് നല്ല കുറെ ആൾക്കാരെ കിട്ടി, അതിൽ രാജുവിനെ എനിക്ക് കിട്ടി. എൻ്റെ സ്വപ്നങ്ങൾ നടത്തി തരാൻ പാകത്തിന് ലാൽ സാറിനെ എന്നെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ യാത്ര ചെയ്ത് പോകും. ആന്റണി ചേട്ടാ, ഒരു ചോദ്യം കൂടെ ഉണ്ട്. ഇപ്പൊ നിലവിൽ ഈ സിനിമ ആന്റണി ചേട്ടന്റെ സ്വപ്നം സഫലമാക്കാൻ ഗോപാലൻ ചേട്ടൻ വരുന്നു, തമ്പുരാക്കന്മാരെ പോലെ തമ്പുരാനെ പോലെ എമ്പുരാനെ സ്വീകരിച്ചു. പക്ഷെ ഇപ്പോഴും ലൈക്ക എന്നൊരു പ്രൊഡക്ഷൻ ഇതിലുണ്ടോ? ഇപ്പൊ നമ്മൾ കാണുന്ന ഇവിടെ ലൈക്കയുടെ പോസ്റ്റിൽ വരുന്നു, ഇങ്ങനെയൊക്കെ ലൈക്ക ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടോ? എന്താണ് ഒന്ന് പറയാൻ പറ്റുമോ? അല്ല, നമ്മൾ ഈ സിനിമ ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ സംസാരിച്ചതാണ്. ഞാൻ ഈ സിനിമ നിർമ്മിക്കാൻ വേണ്ടി ആശീർവാദ് സിനിമാസ് എന്ന് പറയുന്ന ബാനറാണ് മുൻപ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ എടുത്തത്. അപ്പോൾ നമ്മളങ്ങനെ ഒന്നിച്ച് വേറെ അങ്ങനെ ഒരു അസോസിയേഷനിലൊന്നും സിനിമ എടുത്തിട്ടില്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം എല്ലാം ഓൺ പ്രൊഡക്ഷനായിട്ട് തന്നെയാണ് സിനിമകൾ നിർമ്മിച്ചത്. അപ്പോൾ ഇത് വലിയൊരു സ്വപ്നം കാണുന്നു, ആ സ്വപ്നത്തിന്റെ കൂടെ യാത്ര ചെയ്യുക മാത്രമല്ല, ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, അതായത് രാജു ഈ സിനിമ എങ്ങനെയാണ് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നി അത് എന്നാൽ പറ്റാത്തത്ര രീതിയിൽ ഇതിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ആരെങ്കിലുമായിട്ട് എനിക്കൊരു അസോസിയേറ്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിട്ടാണ് ഞങ്ങൾ ലൈക്ക എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ ഹൗസുമായിട്ട് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിലങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വന്നുകൊണ്ടിരുന്നു. പിന്നെ സിനിമ നിർമ്മിക്കുന്ന സമയത്തുണ്ടാകാവുന്ന ചില
എന്താ പറയാ ഒരു ഒരു യാത്രയിലൊക്കെ എല്ലാ സ്ഥലത്തും ഉള്ളതാണല്ലോ. അപ്പം ഇടയിൽ വെച്ചിട്ട് ആ ചർച്ചകൾ ഒരു ഒരു നന്നായി വന്നില്ല. അപ്പോൾ ഇപ്പൊ നിലവിൽ ഇതിനകത്ത് 2 പ്രൊഡ്യൂസേഴ്സാണ് ഇപ്പൊ ഈ സിനിമയുടെ പിന്നിലുള്ളത്. അത് ഒന്ന് ആശീർവാദ് സിനിമാസും അതുപോലെ തന്നെ ഗോപാലൻ സാർ, ഗോകുലം ഗോപാലൻ സാറുമാണ് ഇപ്പോൾ നിലവിൽ ഈ സിനിമയിലുള്ളത്. ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ, അവസാനത്തെ ചോദ്യമാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 24 hours-നുള്ളിൽ ഫ്രാൻസിൽ ഷൂട്ട് ചെയ്യണം, റഷ്യയിൽ ഷൂട്ട് ചെയ്യണം എന്ന് പറയാൻ നേരത്ത് ക്രെഡിറ്റ് കാർഡും കൊടുത്ത് പ്രത്യേക ഇല്ലെങ്കിൽ 24 hours-നുള്ളിൽ തന്നെ വിസ എടുത്ത് പ്രത്യേകം അങ്ങോട്ട് പറഞ്ഞു വിടാനും പിന്നീട് ക്രെഡിറ്റ് കാർഡ് കൊടുക്കാനും ഒക്കെ അത്രയും ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, പ്രത്യേകോട് ഉള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അത് എന്തുകൊണ്ടാണ് ആ ഒരു കോൺഫിഡൻസ് തോന്നുന്നത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അത് എന്തുകൊണ്ടെന്ന് ഈ സിനിമ പോയി കണ്ടാ മനസ്സിലാവും. പിന്നെ വേറെ കാര്യമുണ്ട്, ഈ സിനിമ എടുത്ത് സക്സസ്ഫുൾ ആക്കിയാലേ അടുത്ത സിനിമ എടുക്കാൻ നോക്കൂ. ക്രെഡിറ്റ് കാർഡൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും തരാറുണ്ട്. അത് കാരണം കൊണ്ട് കൊടുത്തു വിടുന്നു. അവിടെ ഞാൻ കൊടുക്കണമെന്നില്ല, പുള്ളിയുടെ തന്നെ സ്വന്തം കാർഡ് എടുത്താലും ചെലവ് ചെയ്തോളൂ. ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷനും കൂടെ പോകാനുണ്ട്. ഒരു ഡ്രോൺ ഷോ ആണ്. അത് ഇറ്റ്സ് കണക്റ്റഡ് വിത്ത് ഡ്രഗ്സ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ എത്തേണ്ട ഒരു സമയം അതിക്രമിച്ചു. നിങ്ങളുടെയൊക്കെ സന്തോഷത്തോടുകൂടി Yes, thank you so much. ഞാനും പറഞ്ഞതുപോലെ മറ്റൊരു ഷോക്ക് അവർക്ക് പോകേണ്ടതുണ്ട്. So we are winding up. വളരെ അത്യാവശ്യമായ ചോദ്യമാണ്. ഒറ്റ ചോദ്യം, ഭയങ്കര അത്യാവശ്യമാണ്. ഒറ്റ ചോദ്യം. പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്റെ പിള്ളേരുണ്ടടാ എന്ന്. ലൂസിഫർ കാണാത്ത ആളുകൾക്ക് എമ്പുരാൻ കാണാൻ സാധിക്കുമോ? ലൂസിഫറിന്റെ ഒരു കണ്ടിന്യൂറ്റി ആണോ? എങ്ങനെയാണ് ലൂസിഫർ കാണാത്ത ആളുകളോട് എന്താണ് രാജു പറയാനുള്ളത്? ഞാനത് ആക്ച്വലി പല പ്രാവശ്യം പല മാധ്യമങ്ങളിൽ ഞാൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഫ്രാഞ്ചൈസിന്റെ ആദ്യ 2 ഭാഗങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും സ്റ്റാൻഡ് അലോൺ സിനിമകളായും ഒരു കംപ്ലീഷൻ ഫീൽ ചെയ്യണം എന്ന രീതിയിൽ തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ ലൂസിഫർ എന്ന ആദ്യ ഭാഗം കണ്ടിട്ട് ഇതിനൊരു സീക്വൽ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2ാം ഭാഗം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അതൊരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ആണെന്നാണ് എന്റെ വിശ്വാസം. ഈ 2ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ആദ്യ ഭാഗം കണ്ടിട്ടില്ലാത്തവർക്ക് ഇതിലൊരു കഥ മനസ്സിലാവുകയോ അല്ലെങ്കിൽ പ്ലോട്ട് മനസ്സിലാവുകയോ ഉണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു സ്റ്റാൻഡ് അലോൺ സിനിമയായിട്ട് തീർച്ചയായിട്ടും ഇതൊരു ഫുള്ളി കോംപ്രിഹെൻസിബിൾ ഒരു സിനിമയാണെന്നാണ് എന്റെ നിഗമനം. ഓഫ്കോഴ്സ് തിയേറ്ററിൽ സിനിമ കാണുമ്പോൾ ചില ഡയലോഗുകൾ വരുമ്പോൾ ഈ ഡയലോഗിന് എന്തിനാ കൈയടിക്കുന്നതെന്നൊക്കെ ആദ്യത്തെ ഭാഗം കാണാത്തവർ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതൊരു റീകോൾ വാല്യൂ, ത്രോ ബാക്ക് എന്നുള്ളതേ ഉള്ളൂ. എന്താണ് ഈ ചോദ്യം കഴിഞ്ഞിട്ട് ഞാൻ പോകട്ടെ? ഉറപ്പായിട്ടും അല്ലടാ, പണ്ട് പറഞ്ഞത് എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പിള്ളേരാണ് ഫുൾ പവർ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ആ ആരാധകരോട് ആരാധകരെ കുറിച്ച് എന്താണ് നമുക്ക് പിള്ളേരുണ്ടെന്ന് വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയല്ലേ അല്ലേ? അവരോട് എന്താ പറയണ്ടേ? ഞാൻ തുടങ്ങിയത് തന്നെ വലിയൊരു നന്ദിയോടല്ലേ. ആ പിള്ളേരും നമ്മുടെ കൂടെ നിൽക്കട്ടെ. Thank you so much. അവസാനമായിട്ട് നമുക്കൊരു ഗ്രൂപ്പ് പിക്ചർ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്യാം. സോ റിക്വസ്റ്റിംഗ് എവരിവൺ ടു കൈൻഡ്ലി കം ക്ലോസ് ടുഗദർ. അതോടൊപ്പം സ്റ്റേജിലേക്ക് ഈ ഒരു മൊമെന്റ്സിൽ കൃഷ്ണമൂർത്തി സാറിനെ കൂടെ സ്വാഗതം